ഓക്കെ. തൃണമൂൽ എം പി മുഹുവ മൊയ്ത്രയ്ക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. മണ്ഡലത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് തരം ജനപ്രതിനിധിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണല്ലേ ഈ ഒരു കേസിൽ മമതയുടെ സ്വന്തം ആളല്ലേ ഈ മുഹുവ മൊയ്ത്ര? അതെ, മമതയുടെ ഏറ്റവും വലിയ മമതയുള്ള ഉം. നേതാവാണ് ഈ മഹുവ മൊയ്ത്ര. ചീമുട്ടയേറ് പേടിച്ച് മണ്ഡലത്തിൽ പോവാത്ത എം പി. അതെ അതെ അതെ. അപ്പോൾ ഇവരെ അറിയപ്പെടുന്ന ഫയർ ബ്രാൻഡ് പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ഉം. പലരും ഇവരെ വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണെന്നാണ് പറയുന്നത്. ഉം. ഇന്ദിരാഗാന്ധി പാർലമെൻറ്റിൽ പ്രതിപക്ഷമൊന്നും ഇല്ലെങ്കിൽ കത്തിക്കയറും, ഇങ്ങനെ എല്ലാവരും ചീത്ത പറയും. പ്രതിപക്ഷം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർ അദ്വാനി വാജ്പേയിയൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടൂല. അപ്പോൾ പൂച്ച ഏലിയാവും അവരിപ്പോൾ. അല്ലാത്ത സമയത്താണ് പൂച്ചയാവണത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത, ഇവരെല്ലാവരെയും ചീത്ത വിളിക്കും. ഒരാവശ്യമില്ലെങ്കിൽ എല്ലാവരുമായിട്ട് വഴക്കിന് പോകും ഇവർ. ഇവരുടെ പേരിൽ കണ്ടവൻ ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇവർ ലോക്സഭയിൽ ഇവരുടെ സിസ്റ്റത്തിൻ്റെ എന്താ പറയുന്നത്, ലോക്സഭ പാസ്വേഡ് അതൊക്കെ ഇവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്തു. അയാളെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്തു പ്രോഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കാം. ഒരു തവണ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം ഇവർ ഈ കഴിഞ്ഞ ജൂലൈ 21 അവരുടെ മണ്ഡലമായ കൃഷ്ണനഗർ അവിടെ അവരൊരു വിദ്വേഷ പ്രസംഗം നടത്തി. അപ്പം ഭരണം മാറി ഇവർ ആയ്മ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അത് സുവേന്ദു അധികാരിൻ്റെ ഗവൺമെൻറ് അല്ലേ, അവർ കേസെടുത്തു. പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് ഇവരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞ്, ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞു. അപ്പോൾ ഇവർ കൽക്കത്ത ഹൈക്കോടതിനെ സമീപിച്ചു. കൽക്കത്ത ഹൈക്കോടതിയിൽ സമീപിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ ഹെയ്റ്റ് സ്പീച്ച്, എനിക്ക് വിർച്വലായിട്ട് ഹാജരാവണം, ഓൺലൈനിൽ ഹാജരാവണം, അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു, ഇല്ല നിങ്ങൾ അത് പറ്റില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവണം. പക്ഷേ നിങ്ങൾക്ക് സമയമുണ്ട്, ഒക്ടോബർ 5 വരെ ഞങ്ങൾ സമയം തന്നിട്ടുണ്ട്. അതിന് ഹാജരായിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അപ്പം നോൺ ബെയിലബിൾ വാറണ്ട് ആയിരിക്കും അവർക്കെതിരെ വന്നിട്ടുണ്ടാവുക. ഹെയ്റ്റ് സ്പീച്ച് അല്ലേ. അപ്പോൾ ഒക്ടോബർ 5 വരെ അവരെ അറസ്റ്റ് ചെയ്യരുത്. ഒക്ടോബർ 1 കണ്ട് ഇവരുടെ കേസ് ഹൈക്കോടതിയിൽ വരുന്നത്. കാരണം അവരെ കോടതി നേരിട്ട് ഹാജരാവുന്നതിൽ നിന്നും എക്സെംപ്റ്റ് ചെയ്തുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ടുള്ള കേസാണ് അവർ കൊടുത്തത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, വേറെ മാർഗമൊന്നുമില്ല, പോലീസ് സ്റ്റേഷനിൽ പോവുക തന്നെ വേണം. ഒക്ടോബർ 5 വരെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഓർഡർ കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഓർഡർ കൊടുത്തു. അപ്പോൾ അതിൽ തൃപ്തി വരായിട്ട് ആയം എന്ത് ചെയ്തിരിക്കുന്നു, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ഈ കേസ് കേട്ടത് ദീപാങ്കർ ദത്തയും പിന്നെ ഷീൽ നാഗു എന്ന് പറഞ്ഞ 2 ജഡ്ജിമാർ, ഡിവിഷൻ ബെഞ്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ചോദിച്ചു. ഞാൻ ആ മണ്ഡലത്തിൽ പോയാൽ എൻ്റെ മേത്ത് മുട്ട വലിച്ചെറിയുക, അത് കാരണം പേടിച്ചിട്ടാണ് പോകാതിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജിമാർ ചോദിച്ചു, നിങ്ങൾ എന്ത് തരം വർത്താനാണ് പറയണത്, നിങ്ങൾ അവിടുത്തെ എം പി അല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ മൊട്ടയേറിനെ പേടിക്കുന്നത്, എന്തിനാണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ വെടിയുണ്ട സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങിയ ആൾക്കാരാണ്. അവർക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നു. നിങ്ങളൊരു പൊതുപ്രവർത്തകയല്ലേ, ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ധൈര്യമില്ലേ, നിങ്ങൾ ആരെ ഉപദ്രവിക്കാൻ പോണേ? ആരും ഉപദ്രവിക്കില്ല, ഈ കേസ് ഞങ്ങൾ ടേക്കപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം അതും കൂടാണ്ട് പറഞ്ഞു, മേലാൽ ഇത്തരം പരാതിയായിട്ട് ഈ കോടതിയിൽ വരുന്നത്, വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ നടക്കുകയാണ്. പക്ഷേ ആയമ്മേൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോയി. കേസ് പിൻവലിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഒക്ടോബർ 1 ഇവരുടെ കേസ് ഹിയറിങ്ങിന് വരുന്നുണ്ട് ഹൈക്കോടതിയിൽ. അതനുസരിച്ചിട്ടായിരിക്കും അവർ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം. അല്ല, ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണതിന് ഇത്ര മടിയെന്താ അവർക്ക് ഹാജരായിക്കൂടെ? അവരെ അറസ്റ്റ് ചെയ്യൊന്നുമില്ല. എന്താ അഥവാ അറസ്റ്റ് ചെയ്താലും ബെയിലബിൾ ഇതിൽ അവർക്ക് സ്റ്റേഷൻ ബെയിലോ അതല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള വക്കീലിൻ്റെ ബെയിലിൻ്റെ പുറത്ത് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ നിയമത്തിന് പേടിയുണ്ട് അവർക്ക്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജയിലിൽ പോയി കിടക്കാൻ പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ കാണിച്ച് മുഴുവൻ. അപ്പോൾ അവരുടെ ധൈര്യം, അവരെ മൊട്ടയെറിയും എന്ന് പറയുന്നത്, ഈ മമതാ ബാനർജിയുടെ മരുമകനുണ്ട് അഭിഷേക് ബാനർജി, അയാളുടെ നല്ല സ്വഭാവം. അത് കാരണം ആൾക്കാർ കാണുന്നിടത്ത് വെച്ച് അപ്പം മൊട്ടയെറിയും. അത്രമാത്രം നല്ല സ്വഭാവം അയാളുടെ. പിന്നെ ഇവരെ എറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവരെ അതുപോലെ ജനങ്ങളെ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ തവിട് പൊടിയാക്കിയില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ. അതിന് മോദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് ഇത് തന്നെയാണ്. എല്ലാ തവണയും ജയിക്കുമ്പോൾ ഇവരുടെ ധാരണ ഇവർ ജയിച്ചിരിക്കും, ഞങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിലും കാര്യമില്ല,
അവർ ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസ് തന്നെ ജയിക്കും എന്നുള്ള ധാരണ. അവർ ഈ BJPയുടെ ആൾ സ്വാധീനവും ക്യാമ്പയിൻ സ്റ്റൈലും അവർ ശ്രദ്ധിച്ചില്ല. അവർ വൻ വിജയത്തോടു കൂടിയാണ് BJP അധികാരത്തിൽ വന്നത്. അപ്പോൾ അവർ അത് കണക്കാക്കാതെ അവർ ഈ വിദ്വേഷ പ്രസംഗം നടത്തി. അതാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ ഭയമാണ്, പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം. എന്തെങ്കിലും നടന്നു കഴിഞ്ഞ് പോലീസ് അന്വേഷിക്കണമെന്നുള്ള അവരപ്പം സ്ഥലം വിടും. ഈ മുഹുവ മൊയ്ത്രയാണെങ്കിലും വിചാരിച്ചത് പണ്ടത്തെ മമത ഇരുന്ന സമയത്തെ ബംഗാളല്ലേ ഇത് എന്നൊരു തെറ്റിദ്ധാരണയിലായിരിക്കും ഇങ്ങനെ പോയി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ പ്രസംഗിച്ച ധൈര്യം മതിയല്ലോ തൻ്റെ മണ്ഡലത്തിലേക്ക് പോവാനും. ഇപ്പോൾ വാക്കും പ്രവൃത്തിയും തമ്മിൽ രണ്ടുതരം ഭയങ്കര വ്യത്യാസം, അജഗജാന്തര വ്യത്യാസമാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ. അവരെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒന്നുമില്ലെങ്കിൽ അവരൊരു വനിതയാണ്. ആ ബഹുമാനമെങ്കിലും അവർക്ക് കിട്ടുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഇപ്പോഴും കിട്ടും. പക്ഷെ ഇവരെന്തിനാണ് ഭയപ്പെടുന്നത്? ഇവർക്കെന്താ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് പോലീസുകാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ലേ അവർക്ക്? ഇപ്പൊ ഇവർ കാട്ടിക്കൂട്ടിയത് മുഴുവൻ ശുദ്ധ ഷോ അല്ലേ? ഈ പാർലമെന്റിലേക്ക് ഇവർ പ്രസംഗിക്കണ കാണാറില്ലേ? എല്ലാവരോടും തട്ടിക്കേറും. മമതയുടെ പുലിക്കുട്ടി പുലിക്കുട്ടിയല്ല, എലിക്കുട്ടിയായി ഇപ്പൊ മാറി ഇപ്പൊ അവര്. മമതയെ പോലെ തന്നെ മമതയ്ക്ക് എന്താണോ സംഭവിച്ചത് അതേ വഴിക്ക് തന്നെയാണല്ലോ മമതയുടെ ഇത്തരം ആളുകളും. അല്ലെങ്കിൽ ഇപ്പൊ മമത കോൺഗ്രസിൽ ചേരാൻ നടക്കുക എന്നാ പറഞ്ഞേട്ടെ. മമത കോൺഗ്രസിൽ ചേരും വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ തിരിച്ചു പോകും. കാരണം അവിടെ നിൽക്കാൻ പറ്റണില്ല. BJPക്കാര് എന്താ പറയണ, ആയ്മേനെ പരിഹസിച്ച് ഒരു പരുവാക്കി. അവർ ശാരീരികമായിട്ടുള്ള ആക്രമണമല്ല, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അവർ ശരിക്കും കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവർ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരെ നടത്തിയ സമരത്തിനൊക്കെ അവർക്ക് പകരം കിട്ടിക്കൊണ്ടിരിക്കുക. അവർ മമതയുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞ് ഉത്തരവ് കിട്ടിയിട്ട് ആ കോടതിയിൽ ഹാജരാവാൻ വൻ ഘോഷയാത്രയായിട്ടാണ് പോയത്. അപ്പോൾ ഇവർ പേടിച്ചിട്ട് കഴിയുന്ന തവണ കോടതിയിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷനാണ് അവർ കൊടുത്ത്. അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡിൻ്റെ പൈസ എടുത്ത് മറിച്ച് കോടികളുടെ കച്ചവടം നടത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവരിങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അതെ. ഇപ്പം ഇവരും അതേപോലെ തന്നെയല്ലേ, ഇവർ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടി പിടിക്കണേ? ഇല്ലേ, അറസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും മുഹമ്മദ് മൊയ്ത്രയെ പേടിക്കുന്നത് മുട്ടയേറുന്നല്ലേ. മുട്ടയേറ് തന്നെ മുട്ടയെറിയുമെന്ന് വിചാരിച്ചിട്ട് താൻ മണ്ഡലത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. ചൈൽഡിഷ് എന്ന് പറയില്ലേ നമ്മൾ, ചൈൽഡിഷ് ആയിട്ടുള്ള മറുപടിയാണ് അത്. അവര് ഈ പറയുന്ന ഓൾ നോയ്സ് ആൻഡ് നോ സബ്സ്റ്റൻസ് എന്ന് പറയില്ലേ, അതാണ് അവരുടെ ഇപ്പോഴത്തെ കാര്യം. അല്ലേ, മുട്ടയെറിയുന്നത് BJPക്കാരാണെന്ന് കൂടെ പറയാതിരുന്നത് നന്നായി. കാരണം ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ BJPക്കാരാണ് ഉപദ്രവിക്കുന്നത്, BJPയുടെ അനുരായികളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. എന്താണെങ്കിലും അവരുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു പാർലമെന്റ് മെമ്പറിന് വേണ്ട ബേസിക് ധൈര്യം പോലും അവർക്കില്ല. അത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ അവർ ജയിച്ചു പോയി. ഇനി അവർ ഇലക്ഷന് നിന്നിട്ടുണ്ടെങ്കിൽ ജയിക്കുന്ന കാര്യം സംശയം. അടുത്ത പാർലമെന്റ് ഇലക്ഷന് ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.